ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ കർത്തൃ ദിനത്തിന്റെ രാവിലെ വേളയിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുക. ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യ ശബ്ദത്തിന് വേണ്ടിയല്ല, ദൈവ ശബ്ദത്തിന് വേണ്ടിയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആ ദൈവ സാന്നിധ്യ ബോധത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചകളിലേക്കൊക്കെ നാം തിരിഞ്ഞു നോക്കിയാൽ ആത്മീയ ജീവിതത്തിലെ അടിസ്ഥാനപരമായ തത്വങ്ങളെയാണ് പ്രത്യേക പരിശുദ്ധാത്മാവ് നമ്മെ ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ആത്മീയ ഓട്ടം സ്ഥിരതയുള്ളതായിരിക്കണം. നമ്മുടെ ആത്മീയ ഓട്ടത്തിന്റെ ലക്ഷ്യം ഈ ലോകത്തിലെ ഒന്നുമല്ല, ഇതിനപ്പുറത്തെ ലോകമാണ്. ഇതിനപ്പുറത്തെ ലോകവുമായി ബന്ധത്തിൽ നാം ഒരുക്കം പ്രാപിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണത്തിൽ നാം നിൽക്കണം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് ദൈവജനത്തിന്റെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. കൃപ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു പ്രതിഭാസമാണ്. Can you repeat with me? കൃപ നഷ്ടപ്പെടുക. പ്ലീസ് റിപ്പീറ്റ് വിത്ത് മീ. അടുത്തിരിക്കുന്ന ആളോട് പറ, കൃപ നഷ്ടപ്പെടുക. കൃപ നഷ്ടപ്പെടുക. ഈ മൃഗങ്ങളുടെ ഇടയിൽ സിംഹത്തെ കണക്ക് കൂട്ടുന്നത് മൃഗങ്ങളുടെ രാജാവായിട്ടാണ്. വൈൽഡ് ലൈഫ് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. വലിയ ജാജാനിക്കായ ആനയെ പോലും അവൻ പിടിച്ചു ഒതുക്കും. പക്ഷെ ഈ പുള്ളിക്ക് ഏറ്റവും ഭയമുള്ള ആരെയാണ് അറിയാം? കടന്നലിനെ ഭയമാണ്. ഏറ്റവും ഭയമുള്ള ഹയനകളെയാണ്. ഹയനകൾ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃത്തിയില്ലാത്ത ഒരു ജീവിയാണ്. പറിച്ചുകൊണ്ട് കിടക്കുന്നത്. സിംഹത്തിന് ഏറ്റവും ഭയമുള്ള അതിനെ. കാരണം എന്താണെന്നറിയാമോ? ഏത് സിംഹവും അതിന്റെ വാർദ്ധക്യ നിലവാരത്തിലോട്ട് എന്ന് പറഞ്ഞാൽ ജഡ അങ്ങോട്ട് കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹയനകളെല്ലാം കൂടെ വട്ടം കൂടും ഈ പുള്ളിയെ തൂക്കിയടിക്കാൻ. ഒരു ദിവസം അത് സംഭവിക്കും. എന്നാൽ ഇതിന്റെ ജഡയുള്ള കാലത്ത് അത് നടക്കുമോ? ജഡ കൊഴിഞ്ഞു കഴിയുമ്പോൾ മൃഗങ്ങളുടെ ഇടയിലെ ഏറ്റവും താണ കാറ്റഗറി ഈ പുള്ളിയെ ഒഴുകിക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആത്മീയ ജീവിതത്തിൽ ഇതൊരു വലിയ യാഥാർത്ഥ്യം. ദൈവ മക്കളായി നിലകൊള്ളുന്നവർ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്നത്. ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്നത്. കൃപ നഷ്ടപ്പെടുക. കഴിഞ്ഞ 35 വർഷക്കാലം ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയിലാണ്. ഏതാണ്ട് 18 വർഷക്കാലം ഞാൻ സെമിനാരിയിൽ പഠിപ്പിച്ചയാളാണ്. പുറമോട്ട് ഈ 35 വർഷവും തിരിഞ്ഞു നോക്കിയാൽ വളരെ സമർപ്പണത്തോടെ പഠിക്കാൻ വന്ന പല വിദ്യാർത്ഥികളും പല ബിസിനസ്സിൽ പോയവരെ എനിക്കറിയാം. ഹോട്ടൽ നടത്തുന്ന പലരും ഉണ്ട്. ഇവൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എന്നാൽ ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥി ലിക്വർ ഷോപ്പ് നടത്താൻ പോയ സംഭവം. പഠിപ്പിച്ച ഒരു അധ്യാപകൻ ശുശ്രൂഷ വിട്ട് ഒരു അനാത്മികന്റെ നിലവാരത്തിലേക്ക് പോയ സംഭവം എനിക്കറിയാം. ആത്മികരെന്ന് അഭിമാനിക്കുകയല്ല, തികഞ്ഞ നിലവാരത്തിൽ നിന്നവർ പിൽക്കാലത്ത് ഒന്നുമല്ലാത്ത നിലവാരത്തിൽ പോയവരെ എനിക്കറിയാം. ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് എത്രയോ പേര് സീനിൽ നിന്ന് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല.
പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുകയാണ്, കൃപ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവം തന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം സന്തോഷവും ഉല്ലാസവുമാക്കി തീർക്കാൻ വേണ്ടിയല്ല, വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറയാം. ഹല്ലേലൂയ. എന്നാൽ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച് കഴിയുമ്പോൾ ആവശ്യമായതൊക്കെ ഈ ലോകത്തിലും ദൈവം തരും. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടി നിന്നെ നിത്യതയിലേക്ക് നയിക്കുകയും ഇത് പകൽ കാലം ഹല്ലേലൂയ ആ നിത്യതയെ മുമ്പിൽ കണ്ടുകൊണ്ട് എന്റെ ജീവിതത്തെ ക്രമീകരിക്കണം എന്ന സമർപ്പണമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിനായിട്ട് ഒരു കുറിവാക്യം വായിച്ചിട്ട് നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. Book of Genesis chapter 41 verse 38. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള മനുഷ്യനെ ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. വളരെ സുപരിതമായ ഒരു വേദഭാഗം, പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് പാസ്റ്റർ സനൽ ജോസഫിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ പല ആഴ്ചകളായി ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്. ഇത് ജോസഫിനെ കുറിച്ച് ഒരു ജാതിക രാജാവായവൻ പറഞ്ഞ കമന്റാണ്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരാളെ കണ്ടുകിട്ടുമോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ നാം നിന്ന് സമ്മതിക്കണം. ജോസഫ് ജീവിതത്തിൽ കടന്നുപോയ തലങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോ ഇപ്പോഴും ഈ കൃപയിൽ നിൽക്കാൻ സാധിച്ചത് എത്ര വലിയ സംഗതിയാണെന്ന് മനസ്സിലാക്കുന്നത്. ജോസഫിന്റെ ജീവിതത്തിന്റെ പ്രാരംഭ ദിശ ഒരു യൂത്ത് ആയിരിക്കുമ്പോ താൻ ഒരു ദർശനമുള്ളവനായി. ജോസഫ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഒരു ദർശനമുള്ള വ്യക്തിയായിട്ടാണ്, ഒരു കൃപയുള്ള വ്യക്തിത്വമായിട്ടാണ് വെളിപ്പെടുന്നത്. എന്തുവാ ഇവിടെ ആരംഭം തുടങ്ങുന്നത്? താൻ അപ്പന്റെ വീട്ടിൽ പാർക്കുന്ന സമയത്ത് ഒരു ദർശനം കണ്ടു. എന്തുവാ ദർശനം? 2 ദർശനങ്ങളാണ്. ആദ്യത്തെ എന്തുവാ? വയലിലായിരിക്കുമ്പോൾ 12 കറ്റകൾ ഒരു കൊച്ച എഴുന്നേറ്റുമ്പോൾ 11 കറ്റയും ഒരു മറ്റേ കറ്റയെ നമസ്കരിക്കും. അത് കഴിഞ്ഞ് കണ്ടതുകൊണ്ടാ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളോടും കൂടെ. അതിന് വലിയ ഇന്റർപ്രിട്ടേഷൻ ഒന്നും ആവശ്യമില്ല, കേട്ടവർക്കൊക്കെ പെട്ടെന്ന് പിടികിട്ടി. ദൈവത്തിന്റെ ദിവ്യ പദ്ധതിയുടെ ഒരു ബ്ലൂ പ്രിന്റ് ജോസഫിന്റെ പ്രാരംഭ ദിശയിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിക്കുന്നു. ഇതാണ് ഞാൻ നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ സമയമെടുത്തെന്ന് പറഞ്ഞു, എന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരുന്നാൽ ചില ദിവ്യ പ്രവർത്തികൾ ഞാൻ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവാണ് വിവേചിക്കുന്ന സ്തോത്രം. വ്യക്തിത്വങ്ങളുമായി ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. എന്റെയും നിന്റെയും ജീവിതവുമായി ബന്ധത്തിൽ ദൈവത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ പ്രാരംഭ ദിശയിൽ ദൈവം അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ആ ദൈവം വെളിപ്പെടുത്തുന്ന ബ്ലൂ പ്രിന്റിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് നാം വിലയിരുത്തിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ജോസഫിന്റെ ജീവിതത്തെ കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് ദൈവം തന്നെ പ്രാരംഭ ദിശയിൽ ദർശനത്തിലൂടെ വെളിപ്പെടുത്തി. ഇനിയും ഈ ദർശനത്തിന് ശേഷമുള്ള ഒരു വലിയ കാലഘട്ടം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ദൈവത്തിന്റെ ദിവ്യ പദ്ധതി പൂർണ്ണമായി തന്നിൽ നിന്ന് മാറിപ്പോകത്തക്കവണ്ണം എല്ലാത്തിലുള്ള നിലവാരമാണ് തന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എന്നാൽ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ ജീവിത നിലവാരങ്ങളിലും താൻ കൃപയാൽ അതിജീവിച്ചു അവസാനത്തിൽ വരുമ്പോൾ
ദൈവഹിതത്തിന്റെ റൈറ്റ് സെന്ററിൽ വന്ന് ദൈവനാമത്താൽ മാനിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ഇത് പകൽക്കാലം ജോസഫിന്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പിശാച് പ്ലാൻ ചെയ്ത 5 വിധത്തിലുള്ള തന്ത്രങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാനും നിങ്ങളും നിങ്ങളുടേതായ ആത്മീയ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ദൈവത്തിന്റെ ദിവ്യ പദ്ധതി മാറ്റി നമ്മെ വെറും നിസ്സാരന്മാരാക്കി തീർക്കുവാൻ ദൈവം പിശാച് പ്ലാൻ ചെയ്യുന്ന തന്ത്രങ്ങളുണ്ട്. ഇത് പകൽക്കാലം ജോസഫിന്റെ ജീവിതവുമായി വിലയിരുത്തുമ്പോൾ നമുക്ക് ചിലത് ഗ്രഹിക്കാൻ സാധിക്കും. ജോസഫിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകാം. ഈ ദർശനം പ്രാപിച്ച ചെറുപ്പക്കാരൻ അപ്പന്റെ മുമ്പിൽ അനുസരണമുള്ളവനായിരുന്നു. അപ്പൻ പറഞ്ഞു, നിന്റെ സഹോദരന്മാരുടെ വിവരമൊക്കെ അറിയാനായിട്ട് അവരുടെ അടുക്കലേക്ക് ഒന്ന് പോകാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും ഒക്കെ ചുമ്മി അപ്പനെ അനുസരിച്ച് ഈ ചെറുപ്പക്കാരൻ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. ഉദ്ദേശിച്ച യാത്ര ചെയ്തപ്പോൾ അവരെ കണ്ടില്ല. ജോസഫ് ഒരു നെയിംസേക്കുകാരനായിരുന്നു. എന്തോ ചെയ്തു അറിയാമോ? കൊണ്ടുപോയ ഭക്ഷണം അവിടെ നിന്ന് ഭക്ഷിച്ചേച്ച് പുള്ളി തിരിച്ചപ്പന്റെ വീട്ടിൽ വന്ന് അവരെ അവിടെ കണ്ടില്ലെന്ന് പറയേണ്ടത്. പക്ഷെ പുള്ളി അത് ചെയ്തോ? തികഞ്ഞ വിശ്വസ്ത അവിടെ അന്വേഷിച്ചു. എന്നിട്ട് വീണ്ടും ഫർദർ യാത്ര ചെയ്ത് സഹോദരന്മാരെ കാണുവാൻ ചെയ്തു. എന്നെ ശ്രദ്ധിക്കണം, സഹോദരന്മാരുടെ വേർഷന വളരെ രസമാണ്. ഈ അന്വേഷിച്ചു വരുന്ന ചെറിയ സഹോദരനെ കണ്ടപ്പോൾ തന്നെ അവരെ അവരുടെ പ്ലാനുകൾ തുടങ്ങി. എന്തിനാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ വസ്ത്രം കണ്ടപ്പോഴേ അസൂയ തോന്നി. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവരെ അവസാനിപ്പിക്കണം. ദർശനമുള്ള ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിന് ദിവ്യ പദ്ധതി ഉള്ളപ്പോൾ തന്നെ പിശാചിന് വേറൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എല്ലാം കൃപയാൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദിവ്യ പദ്ധതിയിൽ നിന്നെ മാറ്റുവാൻ തക്കവണ്ണം പിശാച് മെനയുന്ന തന്ത്രങ്ങൾ അതിപ്രധാനമായത് കൃപ നഷ്ടപ്പെടുത്തി. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോസഫിലേക്ക് ആദ്യമായി കടന്നു വന്ന തന്ത്രം സ്വന്തം സഹോദരങ്ങളുടെ അസൂയയായി. അവരെല്ലാം കൊണ്ട് അസൂയ വർദ്ധിച്ചിട്ട് അവർ ജോസഫിനെ അവസാനിപ്പിക്കാൻ തുടങ്ങി. ഓഫ് കോഴ്സ് അതിൽ മൂത്ത സഹോദരൻ പെട്ടെന്ന് ഇടപെട്ടത് കൊണ്ട് കൊല്ലാനിടയായില്ല. അവർ പിടിച്ചോണ്ടിട്ടു, കൊട്ടക്കടലിട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഈ മൂത്ത സഹോദരൻ അവനെ വിടുവിക്കണമെന്നുള്ള ചിന്ത ചിലപ്പോൾ പുള്ളി അവിടെ കണ്ടുമില്ല. അതിനു മുമ്പേ മറ്റു സഹോദരന്മാർ പുള്ളിയെ കച്ചവടം നടത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഈ അടിമ കച്ചവടക്കാരുടെ രീതിയെ കുറിച്ച് അല്പം വായിക്കുവാൻ ഇടയായിട്ടുണ്ട്. വളരെ രസകരം തോന്നും. ഈ അടിമകളെ ഇവർ മേടിച്ചു കഴിഞ്ഞാൽ ഈ വില കൊടുത്ത് എടുത്താൽ ഉടനെ ആദ്യ സ്റ്റെപ്പ് ഈ അടിമ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും ശരിയായ ഒരു പൊടി എന്ന് പറഞ്ഞാൽ ഈ യജമാനന്മാരുടെ കൈയുടെ മസിൽ എത്ര ആണെന്നുള്ളത് ഇവരൊന്ന് വെളിപ്പെടുത്തി. അതിന് ശേഷമേ ഈ ചങ്ങലക്കകത്തൊന്ന് പിടിച്ചെടുത്തുള്ളൂ. എന്ന് വെച്ചാൽ അനങ്ങാതെ കൂട്ടത്തിൽ നിന്നോണം. ആ പശ്ചാത്തലത്തിലാണെങ്കിൽ ഈ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് ഒരു നല്ല കുട്ടി കഴിച്ചു. സ്വന്തം സഹോദരന്മാരെ അസൂയയുടെ ആയുധമായി തന്നെ മാറി. മാനുഷികമായി പറയുകയാണെങ്കിൽ ജോസഫ് ഈ സഹോദരന്മാരുടെ മുമ്പിൽ പ്രതികരിക്കേണ്ടതായിരുന്നു അല്ലേ? തന്റെ വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാമായിരുന്നു, ഉള്ള മസിലുകൾ കൊണ്ട് പ്രതികരിക്കാമായിരുന്നു, ഇതൊന്നുമല്ലേ ഹൃദയം കൊണ്ട് പ്രതികരിക്കാമായിരുന്നു. സാധാരണ നമ്മളൊക്കെ പ്രതികരിക്കുന്ന അങ്ങനല്ലേ? വാക്കുകൾ കഴിക്കും. പലരുടെയും ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്നത് ഈ സാധനം ശരിയാതെ ഉപയോഗിക്കാതെ ഉണ്ടാകും. This one. നാക്കുകൊണ്ട് നടത്തുന്നവർ ചിലപ്പം
കായിക അഭ്യാസം കാണിക്കുന്നവരാ, നമ്മുടെ കൈ കൊണ്ടും കരം കൊണ്ടും ഒക്കെ കാണിക്കുന്നവരാ, മസിൽ കാണിക്കുന്നവരാ. കൃപ നഷ്ടപ്പെടുക. ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വിശുദ്ധന്മാരായിട്ടുള്ളവരാരും അറിയാതെ ഹൃദയത്തിൽ ഈ വ്യക്തിത്വത്തെ നാം വീക്ഷിക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ അപ്രാരംഭത്തിൽ ഉണ്ടായിരുന്ന കൃപ ചോർന്നു പോകാതിരുന്നതിന്റെ കാരണം ഈ ശത്രുവിന്റെ തന്ത്രങ്ങളൊക്കെ തനിക്കെതിരെ വന്നെങ്കിലും താൻ ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കും. ഹല്ലേലൂയ. ഇതുപോലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്ക് സ്വന്തമെന്ന് ചിന്തിക്കുന്നവർ നിനക്കെതിരെ പ്രവർത്തിച്ചിട്ട് നിന്റെ കൃപയെ നഷ്ടപ്പെടുത്തത്തക്കവണ്ണം ശത്രു പെരുമാറി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ സംഭവിച്ചെന്ന് വരാം. ബന്ധുക്കളായവരിൽ നിന്ന്, സ്വന്തം ഭവനത്തിലുള്ളവരിൽ നിന്ന്, ജോലി സ്ഥലത്തുള്ളവരിൽ നിന്ന്, സഭയിൽ നിന്ന് ഞാൻ പറയത്തില്ല, സഭയെന്ന് പറഞ്ഞ വിശുദ്ധന്മാരുടെ ജോസഫിന്റെ കടന്നു വന്ന ശത്രുവിന്റെ ഒന്നാമത്തെ ആയുധം അവന്റെ കൃപ നഷ്ടപ്പെടുത്താൻ വേണ്ടി അസൂയയുടെ ആയുധമാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം ശ്രദ്ധിച്ചു, ആത്മീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിച്ചു വേണം. നാം എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്, മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിച്ചു കൊള്ളണം. പിശാചിന്റെ തന്ത്രങ്ങൾ കടന്നു വരുന്നതൊക്കെയും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയാണ്. അസൂയയുടെ ആയുധം സ്വന്തം സഹോദരന്മാർ ഉപയോഗിച്ചു. എന്നാൽ ജോസഫ് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ച് അതിനെ അതിജീവിക്കുവാൻ ഇടയായി തീർന്നു. രണ്ടാമത്തെ ആയുധവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വീണ്ടും നമ്മൾ മുന്നോട്ട് കടന്നു വരികയാണ്. 39-ാം അധ്യായത്തിൽ വരുമ്പോ ഈ ജോസഫിനെ അവർ കൊണ്ട് വിറ്റു, അല്ലേ? മേടിച്ചത് പൊത്തിഫർ എന്ന മനുഷ്യൻ മേടിച്ചു. തന്റെ ഭവനത്തിൽ മറ്റാർക്കും ലഭിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള പദവിയൊക്കെ ജോസഫിന് ലഭിച്ചു. ഒരു ദൈവവേദന എവിടെ പോയാലും ദൈവമല്ലേ ആ വ്യക്തിയെ മാനിക്കും. അടിമയായി വാങ്ങിയ വ്യക്തി ഭവനത്തിൽ വന്നപ്പോൾ ഭവനത്തിലെ സെക്കൻഡ് പേഴ്സണായി മാറി. ദൈവം മാനിക്കുന്ന വിധം, ദൈവം ആദരിക്കുന്ന വിധം. എന്നാൽ ശത്രു വിട്ടേച്ചു പോകും. ജോസഫിനെതിരെ കൃപ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശത്രു മെനഞ്ഞ രണ്ടാമത്തെ തന്ത്രം ജഡവുമായി ബന്ധത്തിലാണ്. തന്റെ പ്രായം കണക്ക് കൂട്ടുമ്പോൾ, തനിക്ക് ലഭിച്ച പ്രൈവസി കണക്ക് കൂട്ടുമ്പോൾ, തനിക്കെതിരെയുള്ള ആത്മീയ പോരാട്ടത്തെ വിലയിരുത്തുമ്പോൾ ജോസഫ് വീണു പോകാനുള്ള എല്ലാ ഇടപാടും ഉണ്ടായിരുന്നു. എന്നാൽ തിരുവചനം രേഖപ്പെടുത്തുന്നു, ഒരു ഭക്തൻ പ്രതികരിക്കേണ്ടതുപോലെ ജഡചിന്തയുമായി ബന്ധത്തിൽ താൻ പ്രതികരിച്ച് ജയമെടുത്ത വിധം സ്തോത്രം. ഇന്ന് പകൽക്കാലം വീണ്ടും മനസ്സിലായിക്കൊള്ളണം, നാം രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം there is inborn tendency of evil with every one of us. ജഡത്തിന്റെ ചിന്തകൾ നമ്മെ ഭരിക്കും. എന്നാൽ ആത്മശക്തിയാൽ നാം അതിജീവിക്കേണ്ടവരാണ്. വീണ്ടും ശ്രദ്ധിക്കുക, ജോസഫിന്റെ ദൈവത്തിന് ഒരു ദിവ്യ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം ഒരു ദിവ്യ പദ്ധതി പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിശാചും തന്റെ പദ്ധതി അങ്ങേ സൈഡിൽ പ്ലാൻ ചെയ്തു. ഒന്നാമത്തെ തലത്തിൽ അവൻ തോറ്റു. രണ്ടാമത്തെ തലത്തിൽ അതിനും അഗ്രസീവായി കടന്നു വന്നിരിക്കുക. എന്നാൽ തിരുവചനം നമ്മെ ഗ്രഹിപ്പിക്കുന്നു, ഈ ഭക്തൻ അതിനെ ദൈവിക പ്രമാണത്തിൽ നിന്ന്, ദൈവ പ്രമാണത്തെ മാനിച്ച്, ദൈവത്തെ ആദരിച്ച് താൻ അതിനെ അതിജീവിക്കുവാനിടയായി. ഇത് പകൽക്കാലം ഈ രണ്ട് തലങ്ങളും ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്നും യാഥാർത്ഥ്യമാണ്. നാം എത്രത്തോളം അതിജീവിക്കുന്നു എന്ന് നാം പരിശോധിച്ചു കൊള്ളണം. മൂന്നാമത്തെ തലത്തിലേക്ക് കടന്നു വരാം. ആ അധ്യായത്തിൽ തന്നെയുണ്ട്. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ രഹസ്യം ജോസഫ് ആരോട് പറഞ്ഞില്ലെങ്കിലും അതിനെക്കുറിച്ചൊരു വേറൊരു വേർഷൻ
പൊത്തിഫേറിന്റെ ഭാര്യയെ ഉണ്ടാക്കി പൊത്തിഫേറിനോട് പറഞ്ഞു. നോർമലി സംഭവിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേൾക്കും. തികച്ചും വിദ്വേഷം ജോസഫിനെതിരെ ഉണ്ടായി, കോപമുണ്ടായി. തന്നെ അവൻ അവസാനിപ്പിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ജയിലിലേക്ക് അടച്ചു. മൂന്നാമത്തെ കാലം ചിന്തിച്ചു പറയണം. നീതി ലഭിക്കേണ്ട സ്ഥലത്ത് നീതി ലഭിക്കാതെ വന്നയുടെ തലം. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ? ദൈവദാസന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുമോ? പ്രമാണത്തിന്മേൽ നിന്ന് നീ ജീവിക്കുമോ? ദൈവത്തെ മാനിച്ച് നീ ജീവിക്കുമോ? ദൈവിക പ്രമാണത്തെ നീ ആദരിക്കുമോ? മനുഷ്യന്റെ മുമ്പിൽ നീതി ലഭിക്കാതെ വരുന്ന തലം. തികച്ചും ഈ സന്ദർഭത്തിൽ ജോസഫ് കൃപ നഷ്ടപ്പെടുത്തേണ്ട ഒരു മനുഷ്യനാണ്. കാരണം എന്താണെന്നറിയാമോ? കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ കിടക്കുക, മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. ഇരുന്ന് ഒരു കംപ്ലൈന്റ് ബോക്സ് ആയിട്ട് മാറേണ്ടത്. ഞാൻ എത്ര വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റി, ദൈവിക പ്രമാണത്തെ ആദരിച്ചു, എന്നെ പ്രിയപ്പെട്ടവരെ ആദരിച്ചു. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും എനിക്ക് നീതി ലഭിക്കാതെ ഞാൻ ഈ കാരാഗൃഹത്തിൽ വരേണ്ടത് വന്നല്ലോ. ഇത് പകൽക്കാലം വിഷയങ്ങളുടെ മുമ്പിൽ നീതി ലഭിക്കാതെ ഭാരപ്പെടുന്ന അവസ്ഥയിലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഒരു കംപ്ലൈന്റ് ബോക്സായി മാറി കൃപ നഷ്ടപ്പെടുത്തരുത്, കൃപ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. നിന്നെ ഏത് തലത്തിൽ സ്വർഗീയ കോടതി അനുവദിച്ചു എങ്കിൽ അതേ തലത്തിൽ നിന്ന് ആ കോടതി തന്നെ നിന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ കമ്പിവാചകത്തിൽ ജോസഫിന്റെ ചരിത്രത്തിലൂടെ ചില തലങ്ങൾ എടുത്ത് കാണിക്കുകയാണ്. ഈ ഭക്തൻ പുതിയ നിയമസഭയിലെ ഒരു വിശുദ്ധന് മാതൃകയാണ്. ജോസഫ് നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്നുള്ളത് ജീവിതത്തിൽ വ്യത്യസ്ത വിധത്തിലുള്ള നിലവാരങ്ങളിലൊക്കെ കടന്നുപോയെങ്കിലും കൃപ നഷ്ടപ്പെടുത്തിയില്ല. ജീവിതത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ ദൈവിക പദ്ധതിയുടെ റൈറ്റ് സെന്ററിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. സഹോദരന്മാരിലൂടെ അസൂയ, ജഡത്തിന്റെ ചിന്തയും പ്രവൃത്തിയും, നീതി ലഭിക്കാതെ വന്ന തലം. ഇനി നാലാമത്തെ തലം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ഭക്തൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തന്റെ കൂടെ രണ്ട് കൂട്ടുകാരെ കൂടെ കൊണ്ടുവന്നു. നമുക്കറിയാം ആരൊക്കെയാണ്. അപ്പക്കാരനും പരമാത്മാവും. രണ്ടുപേർക്കും സ്വപ്നം ഉണ്ടായിരുന്നു. കൃപ നഷ്ടപ്പെടുത്താതിരുന്നത് കൊണ്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആത്മീയ ശുശ്രൂഷ നടക്കാനിടയായി. എന്നാൽ ദൈവമക്കൾ എവിടെയാണെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ എവിടെ അയക്കുമ്പോഴും അതിന്മേൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു ചെവി കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആർക്കും ചിന്തിക്കാത്ത വിധത്തിലായിരിക്കും ദൈവകരത്തിന്റെ ചലനം. ആമേൻ. അത് നിന്നെയും എന്നെയും ഗ്രഹിപ്പിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ ചില പാഠശാലകളുടെ കടത്തില്ല. അവിടെ നീ പെസിമിസ്റ്റിക് ആയി തീരാതെ, ഇഫ് യു ടേൺ ടു ഗോഡ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കുവാൻ നിനക്ക് സാധിക്കും. കഴിഞ്ഞ നാളുകളിൽ അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവം അത് ചെയ്യുന്നു. ജോസഫ് ഈ പ്രിയപ്പെട്ടവരുടെ സ്വപ്നവും അർത്ഥവും വെളിപ്പെടുത്തി. ജോസഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ ചില ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ നിറവേറ്റപ്പെട്ടു. എന്നാൽ ജോസഫ് പാനപാത്രവാഹകനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ തിരിച്ച് കൊട്ടാരത്തിൽ എത്തുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം, എൻ്റെ കാര്യം
രാജാവിനോടൊന്ന് ബോധ്യപ്പെടുത്തണം. കാരണം അയാൾ ഇന്നസെന്റ്. എന്തോ സംഭവിച്ചു? പുള്ളി അർത്ഥമൊക്കെ കിട്ടി സന്തോഷവുമായി 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ജോസഫിനെ ഓർത്തു. 4ാമത്തെ ഒരു തലമാണ് നാം സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരും നമ്മെ മറന്നെന്ന് വരാം. നാം എത്ര ഉപകാരം ചെയ്താലും അതിനൊരു പ്രാധാന്യതയും കൊടുക്കാൻ കൊടി തട്ടിപ്പോകുന്നത് ചുഞ്ഞുദേശി പാടിയ പോലെ കണ്ടും കാണാതെയും പോകുന്നവരാണ്. നാം പലരിൽ നിന്നും പലതും പ്രതീക്ഷിക്കും. പക്ഷേ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നൊന്നും നമുക്ക് ലഭിക്കാതെ വരുന്നതാണ്. ജോസഫ് തികച്ചും പ്രതീക്ഷിച്ചു, ഈ വ്യക്തി എന്നെ ഒന്ന് സഹായിക്കും. ജോസഫ് എത്ര കാലം നോക്കിയിരുന്നു നമുക്കറിയത്തില്ല. ഈ സ്ഥാനത്തും ജോസഫ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു കംപ്ലൈന്റ് ബോക്സായി മാറേണ്ടതാണ്. തിരുവചനം ഇതിന്റെ അടുത്ത ചാപ്റ്ററുകളിൽ വെളിപ്പെടുത്തുന്നു, ജോസഫ് ഈ തലങ്ങളിലൂടെ എല്ലാം കടന്നു പോയെങ്കിലും അവസാനം വരുമ്പോൾ ദൈവഭക്തിയുടെ റൈറ്റ് സെന്ററിൽ വരാൻ ഇടയായി തോന്നുന്നു. അതിന്റെ സത്യമെന്ന് പറഞ്ഞാൽ ഈ തലങ്ങളിലൊന്നും അവൻ കൃപ നഷ്ടപ്പെടുത്തിയില്ല. ആ കൃപയിൽ തന്നെ നിലനിന്നു. 5ാമത്തെ ഒരു തലം കൂടെ ശ്രദ്ധിക്കണം. 45-ാം അധ്യായമാണ് നമുക്കെല്ലാം സുപരിതമായ ഒരു ഭാഗം. ആ ഭാഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ. ജോസഫും തന്റെ സഹോദരന്മാരുമായി താന് മിസ്രൈമിൽ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ തന്റെ സഹോദരന്മാരുമായി കണ്ടുമുട്ടുന്ന അവര് തന്റെ മുന്നിൽ ഇപ്പോഴും പ്രിട്ടൻഡ് ചെയ്ത് ഞങ്ങൾ 12 പേരായിരുന്നു, അതിൽ ഒരുവനെ വന്യമൃഗങ്ങൾ കടിച്ചു കൊന്നു. ഈ കാര്യങ്ങളൊക്കെ ജോസഫിന്റെ മുമ്പിൽ പറയുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവാത്മാവ് വിവേചിക്കുന്നു, പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. ഞാനും നിങ്ങളും പരാജയപ്പെടുന്ന ഒരു തലമാണ് കേട്ടോ. ആത്മീക ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്ന ഒരു തലമാണ്. പരിശുദ്ധാത്മാവ് പ്രത്യേകം വിവേചിക്കുന്നു. ജോസഫിന്റെ കയ്യിൽ തന്നോട് ദ്രോഹം ചെയ്ത ഈ സഹോദരന്മാരെ കൈ കിട്ടിയപ്പോൾ തികച്ചും 4 പൊട്ടിയിൽ കൊടുക്കാനായിരുന്നു ശ്രമിക്കേണ്ടത്. മാനുഷികമായി പറഞ്ഞു കണ്ണടയ്ക്കാനായിരുന്നു ശ്രമിക്കുന്നത്. മാനുഷികമായിട്ട് പ്രതികാരം കാണിക്കാനായിരുന്നു തുടങ്ങേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കൃപയുടെ ചില നിലപാടുകൾ മങ്ങിപ്പോകുവാനുള്ള കാര്യം ദൈവം നടത്തേണ്ട പ്രതികാരത്തിന്റെ തലം നമ്മൾ ഏറ്റെടുത്തിട്ട് മനുഷ്യനോട് പ്രതികരിക്കാൻ ഇടയായി കാണും. ഒരു ഭക്തന്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം ഈ 45-ാം അധ്യായം രേഖപ്പെടുത്തുക. I would like to read 1 or 2 verses here. Verse 3, ജോസഫ് സഹോദരന്മാരോട്, ഞാൻ ജോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവന്റെ സഹോദരൻ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സന്ദർഭത്തെ നമ്മളൊന്ന് ഇമാജിനറി വേൾഡിൽ കയറി ഒന്ന് കാണണം. ഇപ്പോഴും പച്ച കള്ളത്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജോസഫ് ഇതെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ട് പറയുകയാണ്, ഞാൻ ജോസഫാണ്. ഇനി എന്റെ അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കുമ്പോ ആ വ്യക്തിപ്രഭയുടെ ആത്മീയതയുടെ തികവെത്രമെന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. അതിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുമെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ.
എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകും. സഹോദരന്മാരെ, നിങ്ങൾ എന്നെ വിറ്റതുകൊണ്ട്, നിങ്ങൾ എന്നെ ദ്രോഹിച്ചതുകൊണ്ട്, എന്നെ ഉപദ്രവിച്ചതുകൊണ്ട് നിങ്ങൾ വിഷാദിക്കേണ്ട. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അത് മുന്നമേ കാണും എന്നെ അയച്ചതാണ്. ആത്മികന്റെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം? ആത്മികന്റെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം? ഈ ആഴ്ചകളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യനുമായി ബന്ധത്തിൽ നിന്റെ ആത്മീക ജീവിതത്തെ ക്രമീകരിക്കേണ്ട എല്ലാ തലങ്ങളിലും ക്രമീകരിക്കണം. അതുമായി ബന്ധത്തിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചറിയിക്കുകയാണ്. കൃപ നഷ്ടപ്പെടുന്ന തലങ്ങൾ എവിടെന്ന് വിലയിരുത്തുക. ഓരോ ദൈവപൈതലിനെ കുറിച്ചും ദൈവത്തിന് ഒരു ദിവ്യ പദ്ധതിയുണ്ട്. അത് ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവം അത് വെളിപ്പെടുത്തും. പക്ഷെ എല്ലാവരും ഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയം. ഗ്രഹിച്ചു കഴിഞ്ഞാലും അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് സംശയം. ഇവിടെ നാം ഒരു വ്യക്തിത്വത്തെ കാണുന്നു. ജീവിതത്തിന്റെ പ്രാരംഭത്തിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് വെളിപ്പെടുത്തി കൊടുത്തു. അത് മനസ്സിലാക്കിയപ്പോഴത്തോട്ട് ആ ദൈവ പദ്ധതിയുടെ നിറവേറ്റൽ നടക്കുന്നത് വരെയും കൃപ നഷ്ടപ്പെടാതെ നിലനിന്നെ ഒഴിവാക്കലാണ്. ഈ ജീവിതത്തിൽ അഭിമുഖീകരിച്ച ഈ 5 തലങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ടോട്ടലി പെസിമിസ്റ്റിക് ആയി മാറി കൃപ നഷ്ടപ്പെടുത്തി ജീവിതം അവസാനിച്ചു പോയനെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം തിരുവചനത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇവിടെ 5 വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ 6-ാമത്തെയോ 7-ാമത്തെയോ 8-ാമത്തെയോ 9-ാമത്തേതോ നിന്റെ ജീവിതത്തിലുണ്ടോ? കൃപ നഷ്ടപ്പെടുത്തുന്നു. കൃപ നഷ്ടപ്പെടുത്തുന്നു. കഴിഞ്ഞ നാളുകളിൽ കൃപ നഷ്ടപ്പെടുത്തിയ തലങ്ങൾ എവിടെയാണ്? അസൂയയുടെ ആയുധം നിന്റെ മുമ്പിൽ കടന്നു വരുന്നത് വ്യത്യസ്ത വിധത്തിലായിരിക്കും. നീ അതെങ്ങനെ പ്രതികരിക്കുന്നു? ജഡത്തിന്റെ പ്രവൃത്തികൾ നിന്റെ മുമ്പിൽ കടന്നു വരുന്നത് വ്യത്യസ്ത വിധത്തിലായിരിക്കും. നീ എങ്ങനെ പ്രതികരിക്കുന്നു? ന്യായം കിട്ടാതെ വരുമ്പോ ഓഫ് കോഴ്സ് നിന്റെ സൈഡ് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പക്ഷെ നീ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവർ മറക്കുമ്പോ നിന്റെ പ്രതികരണം ഏത് വിധത്തിലാണ്? അവസാനമായി നാം ശ്രദ്ധിച്ചത് ജോസഫ് ഒരു പകരം വീട്ടലിന്റെ ജീവിതത്തിലല്ല തന്റെ ഇടപെടൽ. ഓ ഹൗ ബ്യൂട്ടിഫുൾ! ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുമ്പിലായിരിക്കും പരിശുദ്ധാത്മാവ് ദൈവജനത്തെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിന്റെ വ്യക്തി ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്ന തലങ്ങൾ പുറമോട്ടും തിരിഞ്ഞു നോക്കാം. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച സമയം, ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്റെ ആത്മീയ നിലവാരം എത്രത്തോളം ഉയർന്നു, നീ എത്രത്തോളം ദൈവസന്നിധിയിൽ മഹത്വപ്പെട്ടു, നീ ദൈവസന്നിധിയിൽ അനുഗ്രഹമായി തീർന്നു. ഇത് പകൽക്കാലം ആ ആത്മീയ നിലവാരത്തിൽ നിന്ന് നീ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഒരു ചോദ്യം മാർക്കിട്ട് ചോദിക്കണം, എന്റെ ജീവിതത്തിൽ കൃപ ചോർന്നു പോകുവാൻ കാരണമായത് എന്താണ്? ഒരനുതാപമുള്ള ഹൃദയം ദൈവജനത്തിന് ആവശ്യം. ഇനി ഒരു ദൈവവൈദ്യൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ചില ശുശ്രൂഷ തലങ്ങളെ കുറിച്ച് ജീവിതത്തിന്റെ ആരംഭത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നു. ചില പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്, വചനത്തിലൂടെ ദൈവം അത് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ
അത് നിവർത്തീകരിക്കപ്പെടാതെ പോയതിന്റെ കാരണം, ഇന്നും അത് ഫ്യൂച്ചറിലായി കിടക്കുന്നതിന്റെ കാരണം ഏതോ കാരണത്താൽ കൃപ ചോർന്നു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. പ്രാരംഭത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് പോലെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിത്യതയുമായി നിന്നെ ബന്ധിപ്പിക്കുവാൻ വേണ്ടി. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം സുഖകരമാക്കി തീർക്കുക എന്ന ഉദ്ദേശത്തോടല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ നിത്യതയുമായി ബന്ധിപ്പിക്കുവാൻ, നിത്യതയുമായി ബന്ധിപ്പിക്കുവാൻ, ദൈവരാജ്യവുമായി ബന്ധിപ്പിക്കുവാൻ, ദൈവരാജ്യം നിനക്ക് അവകാശമായി. എന്നാൽ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോട് കൂടെ വാഴ്ത്തപ്പെട്ടാൽ ഈ ഭൗമിക കാലത്തേക്കുള്ളതും ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഈ ഭൗമിക ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ കൃപ നഷ്ടപ്പെടുത്തി നിത്യതയുമായി അകന്നുപോയ തലങ്ങൾ ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ അതിനെ വിലയിരുത്തി വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, മനുഷ്യനുമായി ബന്ധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് പോലെ ക്രമീകരിക്കണം. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ചില ആത്മീയ തത്വങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു ദൈവവൈദ്യൻ എന്നുള്ള നിലയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മുന്നോട്ടുള്ള നമ്മുടെ ജീവിത കാലഘട്ടത്തെ ആത്മീയതയുടെ തികവിൽ നിന്ന് ജീവിക്കുവാൻ, സ്ഥിരതയോടെ ഒരു ഓട്ടമോടുവാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില തലങ്ങൾ. ഒന്നാമതായി എപ്പോഴും നാം നമ്മോട് പറയണം, ഈ കൃപ എന്റെ മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നത്. ഈ കൃപയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ അഹംഭാവിച്ചു പോകാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത്, ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച് എളിമയോടെ ദൈവത്തെ പിൻപറ്റുവാൻ നാം ബാധ്യസ്ഥരാണ്. സ്തോത്രം. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ദൈവ ഭയത്തോടെ ദൈവത്തെ പിൻപറ്റണം. സ്തോത്രം. നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ദൈവഭയം ദൈവജനത്തിൽ നിന്ന് എടുത്തു മാറ്റുക. വീണ്ടും വിവേചിക്കും. ദൈവഭയം ദൈവജനത്തിൽ നിന്ന് മാറിപ്പോകും. ദൈവഭയമില്ലാതെയായി തീർന്നാൽ എന്തും ചെയ്യുവാൻ ദൈവമക്കൾ മുന്നോട്ട് വരും. ദൈവഭയത്തെ ജീവിക്കുവാൻ. നമ്മുടെ ദൈവം അവൻ സ്നേഹിക്കുന്നവനായിരിക്കുമ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നി എന്നുള്ള സത്യം, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്ന സത്യം നാം എപ്പോഴും ഗ്രഹിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോടെ വേർപാടോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുവാനുള്ള സമർപ്പണം. വീണ്ടും വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റുവാനുള്ള സമർപ്പണം. സ്തോത്രം. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ഈ രാവിലത്തെ ബൈബിൾ സ്റ്റഡിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിളമ്പിയതായ ദൂതിനെ അതുപോലെ ഒന്ന് ഉൾക്കൊള്ളാം. കൃപ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു പിശാചിന്റെ തന്ത്രം എന്ന സത്യം നാം ഗ്രഹിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കണം, എന്റെ ജീവിതവുമായി ബന്ധത്തിൽ ദൈവിക പദ്ധതിയിൽ നിന്ന് ഞാൻ അകന്നു പോകുക, ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ച ദൈവിക പദ്ധതിയിൽ നിന്ന് ഇന്ന് ഞാൻ അകന്നു പോകുവാൻ കാരണമായി തീർന്ന ഈ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് ലഭിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് അവന്റെ ദിവ്യഹിതം നിറവേറ്റുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ, എളിമയോടെ ദൈവഭയത്തോടെ വിശുദ്ധിയുടെ പ്രമാണത്തിൽ വിശ്വസ്തയോടെ അവനെ പിൻപറ്റുവാൻ പുതിയ ഒരു സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന ആവശ്യമായിട്ടുള്ളത് എന്നോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തന്റെ വചനം തന്റെ ജനത്തിന് വിളമ്പുന്നു. ദൈവം അവരെ ആദരിക്കുന്നവരോടുകൂടി നാം ദൈവസന്നിധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ
അനുതാപമുള്ള ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അവൻ നമ്മെ ആദരിക്കും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയം മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുക. അവിടെ ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ സന്ദർഭത്തിനാണ് നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിലെ മാർമിക സത്യങ്ങളെ അവിടെ ഞങ്ങൾക്ക് വിളമ്പി തരുന്നതിൽ നന്ദി കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ചുള്ള തികഞ്ഞ ഉറപ്പ് ഞങ്ങൾക്ക് തരുന്നതിൽ നന്ദി കർത്താവേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന അവിടുത്തെ ദിവ്യ പ്രവൃത്തിക്കായി നന്ദി കർത്താവേ. ഇത് പകൽക്കാലം ഈ ശ്രേഷ്ഠ ജനത്തെ അടിയൻ തിരുകാലത്തിൽ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ഇടപെട്ടതനുസരിച്ച് തിരുസന്നിധിയിൽ പ്രതികരിക്കുവാൻ, പുതിയ സമർപ്പണമുള്ളവരാകുവാൻ, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പിൻപറ്റുവാൻ വ്യക്തിപരമായി, കുടുംബങ്ങളായി, സഭയായി സഹായിക്കണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം അവിടുത്തെ ദിവ്യ ശക്തി തികച്ചും ആവശ്യമായ പ്രിയപ്പെട്ടവരും അവിടുത്തെ ദിവ്യ ശക്തി പകരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കളെ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിനെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.